നമസ്കാരം, ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് 1 ഏക്കർ സ്ഥലവും ഈ ബംഗ്ലാവുമാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിലാണ്. ഈ ബംഗ്ലാവ് പണി കഴിഞ്ഞിട്ട് ഒരു 10 വർഷമായിട്ടുണ്ടാവും. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു 70 വർഷം പഴക്കമുള്ള നല്ലൊരു മനയുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. പുറത്ത് നീളത്തിലുള്ളൊരു വരാന്ത, അത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു നടുമുറ്റാണ്. അവിടെ ഡൈനിങ് സെക്ഷനാണ്. അവിടെ ഈ നടുമുറ്റം മുകളിൽ നിന്ന് വെള്ളം താഴെ വന്ന് വീഴുന്നൊരു സംവിധാനത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബംഗ്ലാവ് നിലനിൽക്കുന്നത് 92 സെൻറ്റ് പക്ക പറമ്പിലാണ് കേട്ടോ. പറമ്പ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഈ വളപ്പിൽ 10-30 തെങ്ങുണ്ട്, 150 കവുങ്ങുണ്ട്. ഇത് ഡൈനിങ് ഏരിയയാണ്. പിന്നെ ചക്ക, മാങ്ങ അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല. 1 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ. മൊത്തം ഈ മുൻവശത്തെ വീടും ഈ ബാക്കിലെ മനയും കൂടി 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. ഇതുണ്ട് നമ്മൾ ആ മുൻവശത്തെ ബംഗ്ലാവിൽ നിന്ന് നേരെ ഇപ്പം ഇത് മനയുടെ ഭാഗമാണ്. ഈ ഭാഗങ്ങളൊക്കെ മനയിൽപ്പെട്ട ഭാഗങ്ങളാണ്. ഇതുണ്ടോ, ഇതിലത്തെ ഒരു റൂമാണ്, ബെഡ്റൂം. മുകളിൽ തട്ടും തിലാനൊക്കെ ഉണ്ട്. ഇത് അറ്റാച്ച്ഡാണ് കേട്ടോ. ബാത്റൂമൊക്കെ ഉള്ളതാണ് ഈ ഭാഗം. അതായത് പഴയ ഈ ഭാഗത്തിൻ്റെ മുൻവശത്ത് പുതിയ ഒരു ബംഗ്ലാവ് പോലെ കെട്ടിയിട്ട് വാർത്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം. അവിടുന്ന് നമ്മളിതാ ഒരു വാഷ് ബേസിൻ ഒക്കെ ഫിറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. അത് പുതിയ ഭാഗം, ഇത് പഴയ മനയുടെ ഭാഗം. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. പിന്നെ പറ്റാത്ത നല്ലൊരു കിണറുണ്ട്, ഊട്ടുപുരണ്ട്, എല്ലാ സംവിധാനമുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും ഈ വീട്ടിലേക്ക്. പിന്നെ ഒറ്റപ്പാലം ടൗണിലേക്കൊക്കെ ഒരു 7 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ ഭാഗമാണ് ഇതിൻ്റെ കിച്ചണ്. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് സ്കൂളുണ്ട്, ആശുപത്രി ഉണ്ട്, ഹെൽത്ത് സെൻ്റർ ഉണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഒഴിഞ്ഞ ഏരിയയിലും അല്ല, എന്നാൽ വല്ലാതെ ടൗണിലേക്ക് അടുത്തുമല്ല. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. എന്നാൽ കുറച്ച് ഒഴിഞ്ഞ ഏരിയയിലാണേനും, എന്നാൽ വല്ലാതെ ഉള്ള ഏരിയയിലല്ലേനും. അങ്ങനെ അത് വന്ന് കണ്ടാൽ തന്നെ കാണുന്നവർക്ക് മനസ്സിലാവും. 1 ഏക്കർ സ്ഥലത്ത് എല്ലാവിധ കൃഷിയും ചെയ്തിട്ടുണ്ട്. സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങിയിട്ടാൽ നല്ലൊരു മുതലാണ്. ഇത് ഒരു വലിയൊരു ബെഡ്റൂം കേട്ടത്. ഇതിൻ്റെ മുകളിലെ തട്ടൊക്കെ കണ്ടില്ലേ, ഒരു 500 വർഷം ഇനിയും ഇത് നിലനിൽക്കും. അത്ര സ്ട്രോങ് ഉള്ള മരങ്ങളാണ് ഇതിൻ്റെ സീലിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചില ആളുകൾ മന എന്നൊക്കെ പറയുമ്പോൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് സമാധി ഉണ്ടോ, വെച്ചാരാധന, കുടിയിരിപ്പ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ പ്രോപ്പർട്ടിയിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. 1 ഏക്കർ സ്ഥലത്തിൻ്റെ നടുവിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഫണ്ടുള്ളവർക്ക് വാങ്ങിയിട്ട് ഇത് ആയുർവേദ റിസോർട്ട് പോലെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക, ഒരു വരുമാന മാർഗ്ഗമാക്കി ഉപയോഗിക്കുക. ഇതൊക്കെ ഇതിലുള്ള ഓരോ ബെഡ്റൂമുകൾ കേട്ടോ. നല്ല നല്ല വലുപ്പമുള്ള റൂമുകളാണ്. കണ്ടോ, മുകളിലെ തട്ടൊക്കെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. അതുപോലെ റിട്ടയർമെൻറ്റ് ജീവിതമൊക്കെ സൈലൻ്റായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് മേടിച്ച് 1 ഏക്കർ സ്ഥലമുണ്ട്, കൃഷിയൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരിക്കുക. എന്തിനും പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ അത്. ഈ 1 ഏക്കർ പ്രോപ്പർട്ടീനെ ചുറ്റിയിട്ട് 2 ഭാഗത്തു കൂടി റോഡുണ്ട്. അതുപോലെ പലതരം വെറൈറ്റി മാവുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് കേട്ടോ. ഉണ്ടോ, ആ പഴയ കാലത്തുള്ള പലതരം ജാതി മാങ്ങകളൊക്കെ അല്ലേ, അതൊക്കെ ഉള്ള നല്ലൊരു തോട്ടാണിത്. ഇത് മുകളിലേക്ക് കയറാനുള്ള മരത്തിൻ്റെ ഗോവണിയാണ് കേട്ടോ. ആ പഴയകാല ഗോവണിയാണത്. അത് കയറിയതാ നമ്മൾ മുകളിലേക്ക് എത്തി. ഇവിടെ അങ്ങനെ ഉണ്ടോ, നല്ല വിശാലമായ ഒരു ഏരിയയാണ് ഇത്. അതിൽ ഒരു ബെഡ്റൂം, മൊത്തം ഒരു 5-8 ബെഡ്റൂമുകൾ ഉണ്ടാവും ഇതിൽ. മണിച്ചിത്രത്താഴ് സിനിമയിൽ കണ്ട മനയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതിനുള്ളിൽ കൂടെ അങ്ങനെ നടക്കുമ്പോഴേ. ഇതാണ് ഈ ആ നടുമുറ്റത്തേക്ക് വെള്ളം വീഴുന്നൊരു സംവിധാനമാണിത്. ഇവിടെ പെയ്യുന്ന വെള്ളം നേരെ ആ നടുമുറ്റത്തിലേക്ക് വീഴും. അതിന്ന് വേറെ ഭാഗത്തു കൂടെ അത് ഒഴുകി പോകാനുള്ള സംവിധാനമുണ്ട്. ഓരോ ഭാഗം നടന്ന് കാണാൻ തന്നെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഇത് വാങ്ങിയിട്ടാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ പ്രോപ്പർട്ടി. ആയുർവേദ സ്പാ അങ്ങനെയുള്ള സെൻ്ററുകൾ തുടങ്ങാം. പിന്നെ പിഴിച്ചിൽ അങ്ങനെയുള്ള ആയുർവേദ സെൻ്ററുകളാക്കി ഉപയോഗിക്കുക. പിന്നെ
റിസോർട്ട് പോലെ യൂസ് ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക. വിദേശികളൊക്കെ വരും, താമസിക്കും. നല്ല ഐഡിയ ഉള്ളവരെ കയ്യിൽ കിട്ടണം ഈ പ്രോപ്പർട്ടി. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതാണ് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന സംവിധാനം. അത് നേരെ ഈ താഴെ വീഴും. ഇവിടുന്ന് പൈപ്പ് വഴി അത് പുറത്തേക്ക് പോകും. അത് നമ്മൾ കാണില്ല. അതങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലാണ് അതിൻ്റെ നിർമ്മാണം. ഇപ്പോൾ നമ്മൾ വീട് മുഴുവൻ കണ്ടു, വീടും ബംഗ്ലാവും കണ്ടു. ഇനി സ്ഥലം മൊത്തം ഒന്ന് കാണണം എന്നുള്ളവർക്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് കാണാം. ഇതാണ് ഇതിലേക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി കേട്ടോ. 2 സൈഡും വീടൊക്കെ ഉള്ള നല്ലൊരു വീതിയുള്ള റോഡാണ്. മെയിൻ റോഡിൽ നിന്നൊരു 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നല്ല ഈ പ്രോപ്പർട്ടിയുടെ 4 ഭാഗത്തു കൂടി 2 ഭാഗം റോഡാണ്. ഇതാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നുണ്ട്. തെങ്ങുകളൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങുണ്ട്. 10-30 തെങ്ങുണ്ട് കേട്ടോ. കുറേയൊക്കെ തെയ്യാണ്. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് കൂടെ ഉള്ള റോഡാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏതെങ്കിലും കാലത്ത് മുറിച്ച് വെക്കണമെങ്കിലും 2 ഭാഗം റോഡാണ്. ഈ വളപ്പിൻ്റെ ഈ 1 ഏക്കറുടെ 2 ഭാഗം റോഡാണ്. ഉണ്ട് അതാത് മെയിൻ റോഡിൽ പോയി ചേരും. ഈ 1 ഏക്കർ പറമ്പും 1 ഏക്കറല്ല 92 സെൻറ്റ് പറമ്പും ഈ ബംഗ്ലാവും മനയോട് കൂടിയ ബംഗ്ലാവും ഇതിൻ്റെ വില പറയുന്നത് ഒരു CR 10 ലക്ഷം രൂപയാണ് കേട്ടോ. വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ്. വില അധികമൊന്നുമല്ല കേട്ടോ. കാരണം ഈ ഏരിയയിൽ വിലയുള്ള ഏരിയയാണ്. അല്ല നല്ല നല്ല മാവുകളും എല്ലാവിധ ഫലവൃക്ഷങ്ങളും എല്ലാ തരം മരങ്ങളും ഇതിലുണ്ട്. ഇതാണ് ഒരു റോഡ് ചെന്ന് ചേരുന്ന സ്ഥലം. പിന്നെ ഇതിൽ നല്ല ഊട്ടുപുരയുണ്ട്, വറകുപുരകളുണ്ട്, പഴയ കാലത്തെ തൊഴുത്തുകൾ. അല്ല ഇതൊക്കെ പഴയ കാലത്തെ തൊഴുത്തുകളാണ്. ഇതൊരു ഊട്ടുപുരയാണ്, ഈ മനയോട് ചേർന്നിട്ടുള്ള ഊട്ടുപുര. ഉണ്ടോ, കാണാൻ തന്നെ ഒരുപാടുണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. ഇത് ഇവർ ഒരു കാറ്ററിംഗ് സെൻ്റർ ഉണ്ട് ഇവർക്ക്, അതിന് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടമാണ് കേട്ടോ. ഈ ഊട്ടുപുരയോട് ചേർന്നിട്ട് തൊട്ട് അങ്ങനെ ഉണ്ടാക്കിയ വലിയ കിച്ചണാണ്. ഈ സംവിധാനം ഇതിലുണ്ട്. ഇതൊക്കെ ഇനി വാങ്ങുന്നവർക്ക് ഉപയോഗത്തിൽപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉപയോഗത്തിൽപ്പെടുത്താം. അതൊക്കെ വലിയൊരു കിച്ചണാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. വിലയൊക്കെ നമുക്ക് സംസാരിക്കാം. കച്ചവടം എന്നുള്ള രീതിയിൽ സംസാരിച്ചൊരു ഓണറായിട്ടൊരു രൂപത്തിൽ എത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഈ ഊട്ടുപുരയിൽ നിന്ന് ഈ മനയിലേക്ക് കയറുന്നൊരു ഭാഗമാണിത്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.